റാം നാരായൺ റാം. ശ്രമിക്കുകയും പരമാവധി ശ്രമിച്ചും എങ്കിലും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അവസാനം ഏതെങ്കിലും കൃത്യം ശേഷിക്കുന്നു. അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും ശേഷിച്ചിരിക്കുകയാണെങ്കിൽ അതിന് എങ്കിലും ഒരവസാനം ഉണ്ടാകുന്നു. അതിൻ്റെ സമാധാനത്തിനും അതിൻ്റെ ചിന്തകളുടെ ഫലത്തിലും ഈ പൂർണ്ണത നേടാൻ കഴിയുന്ന ആ വ്യക്തിയുടെന്ന അത് എത്ര അളവിൽ ഉള്ളത്, ആ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുന്ന എത്ര ദൂരം, ആ പൂർണ്ണമായ സമാധാനത്തോട് എത്തുന്നതുവരെ നാം വീണ്ടും വീണ്ടും അതേ നിലയിൽ തന്നെ നിലനിൽക്കുകയാണ്. എല്ലാ ജീവജാതികൾക്കും ഒരേ തലത്തിൽ ഒരേ സുതിരംഗത്തിന് കീഴിലാണ് നാം, ഒരേ നിയമത്തിൽ ഉള്ളവരാണ്. ദേഹിക വൃത്തിയുടെ വിടവ് എന്ന കളി ജീവജാതികളുടെ എല്ലാ ജീവികളിലും പ്രായോഗികമായും ഒട്ടും ഒപ്പം ഉണ്ടാകും. കാമം, ക്രോധം, ലോഭം, മായാമോഹം, ദേഹിക വൃത്തിയുടെ കളി അടിയന്തിരമായും അവരിൽ ഒരുപോലെ ഉള്ളതാണ്. അവർ സുമലിൽ ബന്ധപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ബന്ധിപ്പിക്കാനും കൂടുതൽ സാധിക്കാനും കൂടുതൽ അറിവ് നേടാനും ഇടയുണ്ട്. എവിടെ തന്നെ സാധനയിൽ കൂടുതൽ ആഴത്തിൽ കൂടുതൽ ശാന്തിയും തൃപ്തിയും മുന്നോട്ടു പോകാം. ഇത് തന്നെ പ്രകൃതി സാധനയാണ്. കാരണം ഭൂമി ഉണ്ടാകുമ്പോൾ ഭൂമി മറ്റൊരു വസ്തുവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വസ്തുവുണ്ട്. ആ വസ്തു നിരവധി വസ്തുക്കളുടെ സംരക്ഷണം ചെയ്യുന്നുണ്ട്. അതിനാൽ ഓരോ ജീവിയിൽ ഓരോ വസ്തുവിൻ്റെ ഭാഗങ്ങളിൽ ഈ രീതിയിൽ സംരക്ഷിക്കുന്ന ശേഷതാകാനുള്ള ശേഷിയുണ്ട്.